ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 25ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഷോർട്ട് ഹെയറിന് ആരോ വിളിച്ചില്ലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ഞാൻ പറഞ്ഞിരുന്നത് അത് അനിയത്തിയാണെന്നാണ്. എന്നാൽ അത് അനിയത്തിയല്ല, ഷോർട്ട് ഹെയറിന്റെ അമ്മയാണ് കേട്ടോ ഫോൺ വിളിച്ചത്. അതെന്താന്ന് വെച്ചാൽ ഷോർട്ട് ഹെയറിന്റെ അമ്മയാണെങ്കിൽ കോളേജിന്റെ പുറത്ത് വന്ന് നിൽപ്പുണ്ട്. എന്നിട്ട് ഷോർട്ട് ഹെയറിനെ കാണാനായിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഷോർട്ട് ഹെയർ അമ്മേനെ കാണാനായിട്ട് കോളേജിന്റെ പുറത്തിറങ്ങി വരികയാണ്. അമ്മ തൊട്ട് സൈഡിലെ ബെഞ്ചിലിരിപ്പുണ്ട്. എന്തായാലും അമ്മയെ കാണുന്ന നേരത്ത് അമ്മ ചോദിക്കുന്നത് ഫാൻ ബോയ് ആരാന്നാണ്. അതായത് ഈ ഫാൻ ബോയ് ആണെങ്കിൽ ഷോർട്ട് ഹെയറിന്റെ അമ്മയെ ചെന്ന് കണ്ടിട്ട് ഷോർട്ട് ഹെയറിനെ പറ്റി സംസാരിച്ചായിരുന്നു കേട്ടോ. അതായത് ഷോർട്ട് ഹെയറിന് ഫെൻസിങ് ഇഷ്ടമല്ല, അവൾക്ക് വേറെ കുറെ കാര്യങ്ങളാണ് ഇഷ്ടം. ഇത്രയും നാള് അവൾ അമ്മയുടെ ഒരു താല്പര്യപ്രകാരമാണ് പോയത് എന്നൊക്കെ ആ അമ്മയുടെ അടുത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ ഷോർട്ട് ഹെയറിന്റെ അമ്മ ഇത് ആരാണെന്ന് അറിയാൻ വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഷോർട്ട് ഹെയറിന്റെ അമ്മയുടെ അടുത്ത് ഫാൻ ബോയ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഷോർട്ട് ഹെയറിന്റെ അമ്മയ്ക്ക് എന്തോ ഒരു കുറ്റബോധവും ഒരു മനസ്സിലായ ഒരു ഫീലും. അതുകൊണ്ട് തന്നെ ഷോർട്ട് ഹെയറിനോട് പറയാണ്, നീ ഇത്രയും നാളെ എന്റെ താല്പര്യത്തിനനുസരിച്ചല്ലേ പോയത്, ഇനി തൊട്ട് നീ നിന്റെ ഇഷ്ടത്തിന് പൊയ്ക്കോ, ഞാൻ നിന്റെ കാര്യത്തിലൊന്നും ഇടപെടത്തില്ല. അതും മാന്യമായിട്ടാണ് പറയുന്നത്. അതായത് അവളുടെ ആഗ്രഹത്തിന് പുറമെ പൊയ്ക്കോളാനാണ് പറയുന്നത്. അത് മാത്രമല്ല, നിന്റെ അനിയത്തിക്ക് ഇഷ്ടമുള്ള പോലെ പോവാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അവൾക്ക് എന്നാണോ പ്രായപൂർത്തിയാവുന്നത് അന്ന് തൊട്ട് അവളുടെ ഇഷ്ടത്തിന് പോവാം. അവൾക്ക് മ്യൂസിക്കിനോടും ഗിറ്റാറിനോടൊക്കെ ഇല്ലേ താല്പര്യം, എന്നാണോ അവൾക്ക് പ്രായപൂർത്തിയാവുന്നത് അന്ന് അവൾക്ക് ആ വഴിയിൽ പോവാം. പക്ഷേ അതുവരെ അവൾ ഫെൻസിങ് പ്രാക്ടീസ് ചെയ്യണം. ഇത് കേട്ട നേരത്തെ ഷോർട്ട് ഹെയറിന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം അമ്മയുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പൊ ഏത് കുട്ടികൾക്കായിരുന്നാലും ഒരു സന്തോഷമാവത്തില്ലേ. ഇതിനുശേഷം അമ്മ ടാറ്റ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വല്ലപ്പോഴായിരിക്കും ആ അക്കാഡമിയിലോട്ടൊന്ന് വരണം, അമ്മയെ കാണണം, അനിയത്തിയെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ കോളേജിന്റെ തൊട്ടടുത്താണ് ആ ഫെൻസിങ് അക്കാഡമി, അതായത് അമ്മയുടെ അക്കാഡമി ഉള്ളത്. അപ്പൊ വല്ലപ്പോഴായിരിക്കും അങ്ങോട്ട് വരണേന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഷോർട്ട് ഹെയർ നേരെ ചെല്ലുന്നത് ഫാൻ ബോയുടെ അടുത്താണ്. അപ്പൊ ഈ ഫാൻ ബോയ് ആണെങ്കിൽ അവിടുത്തെ വോളിബോൾ കാർട്ടില് വോളിബോൾ കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടാണ് ഈ ഷോർട്ട് ഹെയർ വരുന്നത്. അപ്പൊ ഈ ഷോർട്ട് ഹെയർ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്റെ അമ്മേനെ ചെന്ന് കാണിച്ചതെന്ന്. ഇത് കേട്ട സമയത്ത് അവൻ ഒരുപാട് പേടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് നടന്നു പോവാണ്. ഇതേ നേരം അവള് ഫ്രണ്ടിലോട്ട് നടന്ന് ചെന്നിട്ട് അവനൊരു മുത്തം കൊടുക്കുകയാണ്. അപ്പം അവിടെ നിന്ന് കുറെ ആൾക്കാർ ഇത് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഷോർട്ട് ഹെയറും ഫാൻ ബോയ്ക്കും ഇതൊന്നും ഒരു വിഷയമല്ല. അവര് അത്യാവശ്യം സെറ്റായ ഒരു വക്കീലാണ്. ഇതിനുശേഷം ഹീറോനെ കാണിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ലൈബ്രറിയിൽ വന്നേക്കുകയാണ്. അതായത് ഹീറോന്റെ ഒരു സ്റ്റുഡന്റിന് എന്തോ ഒരു സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ട്, അത് തീർപ്പാക്കാൻ വന്നേക്കുകയാണ്. അപ്പൊ ഈ വന്ന നേരത്താണെങ്കിൽ ഈ സ്റ്റുഡന്റിന്റെ ലാപ്ടോപ്പിലാണെങ്കിൽ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, ടിയാൻജിക്കാരി 19th ഫ്ലോർ എന്ന ഗെയിം റിലീസ് ചെയ്യാൻ പോവാണ്. അതിന് 10 ദിവസത്തിലായിരിക്കും റിലീസ് നടക്കാൻ പോകുന്നത്. ആ ഗെയിമിന്റെ വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനകത്ത് വെച്ച് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ കോമയിൽ പോകും. എന്നിട്ടാണ് അവന്മാർ ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇത് കേട്ട നേരത്തെ ഹീറോ ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. കാരണം കുറെ കുട്ടികൾ എന്തായാലും ഈ ഗെയിം കളിച്ചിട്ട് കോമയിൽ പോകും. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഫുള്ള് ഇരുന്ന് കാണുകയാണ്, എന്താ സംഭവം, എപ്പോഴാണ് റിലീസ് ആക്കാൻ പോകുന്നത്, ആ ഗെയിം എങ്ങനെയാന്നൊക്കെ. ഇതേ നേരം ഷോർട്ട് ഹെയർ ഫാൻ ബോയ് അവിടെ നിൽക്കുമല്ലായിരുന്നു. അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് അവരുടെ കൂട്ടുകാരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ കൂട്ടുകാരന്റെ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്. അത് എടുത്ത് നോക്കുന്ന നേരത്ത് ഈ സെയിം വീഡിയോ തന്നെ, അതായത് ടിയാൻജിയിലെ ബോസ് ഈ ഗെയിമിനെ പറ്റി പറയുന്നത്, ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി ഗെയിം ഇതായിരിക്കും, ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം ഇതായിരിക്കും, നിങ്ങൾക്ക് അതിനകത്ത് മണം പിടിക്കാൻ പറ്റും, നിങ്ങൾ ഓരോ ഫീലും നിങ്ങൾക്ക് അതിനകത്ത് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, റിയൽ ലൈഫിൽ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഗെയിം ഇതാ 10 ദിവസത്തിന് ശേഷം റിലീസ് ചെയ്യാൻ പോവാണ്. താല്പര്യമുള്ളവർക്ക് കളിക്കാം, അടിപൊളി ഗെയിമാണ്. ഇപ്പം നമുക്കൊരു ബേട്ട വെർഷൻ റിലീസ് ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതേ നേരം തന്നെ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും ഈ വീഡിയോ കാണുന്നുണ്ട്. ഇവരൊക്കെയല്ലേ ഈ ഗെയിമിനെ പറ്റി അനുഭവിച്ചതും ഇതിനെപ്പറ്റി അറിയുന്നതും. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഇത് ഇത്ര അപകടമാണെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും ചെന്ന് ചാടിക്കൊടുക്കും, കുറെ ആൾക്കാരൊക്കെ മരിച്ചു പോവും, കോമയിൽ പോവും, ഒരു വിപ്ലവം തന്നെ നടക്കും. ഇതിനുശേഷം ഹീറോയും ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഷോർട്ട് ഹെയറും ഫാൻ ബോയും ഒത്തുകൂടിയൊക്കെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട്. ഇതേ നേരം ഹീറോ ആണെങ്കിൽ അവന്റെ ഫോണിൽ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല കേട്ടോ, ഈ ബോസിന്റെ മോളുടെ വീഡിയോ ആണ്. ബോസിന്റെ മോള് ഒരു ഇൻഫ്ലുവൻസർ ആണ്, ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഹീറോയ്ക്ക് എങ്ങനെ അത് മോളാന്ന് മനസ്സിലായെന്നായിരിക്കും അല്ലേ. ഹീറോ മറ്റേ ബോസിന്റെ റൂമിൽ പോയ നേരത്ത് അവിടുത്തെ ഫോട്ടോയിൽ ഈ കുട്ടിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു, അതായത് ബോസിന്റെ റൂമിൽ. അപ്പം ഹീറോയ്ക്ക് മനസ്സിലായി ഇത് ബോസിന്റെ മോളാണ്. അങ്ങനെ ഹീറോ ഈ ലൈവ് സ്ട്രീം എവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ബോസിന്റെ മോള് ആ വീഡിയോയിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ആ ബിൽഡിംഗ് കണ്ടില്ലേ, 19th ഫ്ലോർ എന്ന് പറയുന്ന ആദ്യം കണ്ട ബിൽഡിംഗ്, ഹീറോയൊക്കെ പേടിച്ചു നിന്നൊരു ബിൽഡിംഗ്, ഹീറോയിനൊക്കെ ആ ബിൽഡിങ്ങിലോട്ടാണ് ഈ പെൺകുട്ടി ചെന്ന് കയറുന്നത് ലൈവ് സ്ട്രീമില്ലാത്തോട്ട്. കാരണം അവളുടെ ഫാൻസിന് ഈ പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആവശ്യം, അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഫാൻസ് ആവശ്യപ്പെട്ടിട്ടാണ് അവൾ അങ്ങോട്ട് ചെല്ലുന്നത്. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ആ ടിയാൻജിയിൽ എന്ന് പറയുന്ന കമ്പനിയിൽ വന്നേക്കുകയാണ്. അവിടെ ആണെങ്കിൽ ആ VR-ന്റെ റിലീസ് നടക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നിന്ന് ഒരു VR അവൾ എടുക്കുകയാണ്. എന്തിനാന്നറിയില്ല, അത് എടുത്തോണ്ട് അവിടെ നിന്ന് പോവാണ്, അതായത് വാങ്ങുകയാണ്. അപ്പൊ ആ കമ്പനിയിൽ നോക്കുകയാണെങ്കിൽ കുറെ ആൾക്കാർ ഈ VR വാങ്ങാൻ വേണ്ടി വന്നേക്കുന്നുണ്ട്, കുറെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ആ ഗെയിമിൽ വന്നേക്കുകയാണ്. അപ്പൊ ആ ഗെയിമിൽ എന്തിനാ വന്നേന്ന് മനസ്സിലായോ? അതായത് ഹീറോയിന്റെ അച്ഛനെ തിരക്കാനായിട്ട് വന്നേക്കുകയാണ്. അത് വേറൊന്നുമല്ല, അത് ബേട്ട
ബെറ്റ വെർഷനാണ്. ഹീറോയിൻ പല മാപ്പിന്റെ പേരും പറഞ്ഞു നോക്കുന്നുണ്ട്, ഈ സ്ഥലം ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. അവർ കളിച്ച ആ ഗെയിമൊക്കെ ഇല്ലേ, ആ സ്ഥലങ്ങളെല്ലാം പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ആ ഗെയിമൊന്നും ഈ VR റിലീസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് പോകാനും പറ്റുന്നില്ല. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് കാണത്തില്ലേ, ഈ VR തലയിൽ വെക്കുമ്പോൾ ചിപ്പ് തുറന്ന് തലയിൽ വെക്കുമെന്ന്? അത് കാണിക്കുന്നില്ല കേട്ടോ. ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ അത് റിവീൽ ആവായിരിക്കാം. അതുവരെ വെയിറ്റ് ചെയ്തോളൂ. ഞാനും കണ്ടില്ല, കാണുമ്പോൾ പറഞ്ഞുതരാം. എന്തായാലും അച്ഛനെ കാണാത്തോണ്ട് അവൾ ആ VR തലയിൽ നൂരുകയാണ് കേട്ടോ. ഇതിനുശേഷം ഹീറോയെയും ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും ഷോർട്ട് ഹെയറിനെയും ഫാൻ ബോയിനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ നേരെ വന്നേക്കുന്നത് ആ TNG എന്ന് പറയുന്ന കമ്പനിയിലാണ്. എന്നാൽ അവിടുത്തെ സെക്യൂരിറ്റികൾ ഇവരെ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അവരെവിടെ പിടിച്ച് പുറത്താക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇതേ നേരം ബോസ് ആണെങ്കിൽ സെക്യൂരിറ്റിയുടെ ഹെഡ്ഫോണിലോട്ട് കാൾ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് അവരെ അകത്തോട്ട് കയറ്റി വിടാൻ. അങ്ങനെ ഈ സെക്യൂരിറ്റികളുടെ കൂടെ ഇവരാണെങ്കിൽ ആ ബോസിന്റെ റൂമിൽ ചെല്ലുകയാണ്. എന്തായാലും ഈ ബോസ് ഇവരെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, റൂൾസ് എല്ലാം റൂൾസ് ആണ്, നിങ്ങൾ ഗെയിം കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്തായാലും നിങ്ങളെ കൂട്ടുകാരെ വിട്ടു തരത്തില്ല, അവരിനി എന്നേക്കുമായിട്ട് കോമയിൽ കിടക്കുമെന്ന്. എന്തായാലും ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ലൈവ് സ്ട്രീം എടുത്ത് കാണിക്കുകയാണ് ആ പെൺകുട്ടിയുടെ, അതായത് ബോസിന്റെ മോളുടെ ലൈവ് സ്ട്രീം എടുത്ത് കാണിക്കുകയാണ്. അപ്പൊ ഇത് കാണുന്ന നേരത്ത് ഈ ബോസിന് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ലൈവിൽ എന്താ കാണിക്കുന്നതെന്ന് മനസ്സിലായോ? അതായത് ഈ പെൺകുട്ടിയാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ വന്നേക്കുകയാണ്. അതായത് ഫാൻസിന്റെ അഭിപ്രായ പ്രകാരമാണ് വന്നേക്കുന്നത്. ഫാൻസ് പറഞ്ഞിട്ടുണ്ട് ഓരോ അഡ്വഞ്ചർ ഇങ്ങനെ ചെയ്യണമെന്ന്, എന്നാലേ റീച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ അകത്ത് കയറാണ്. അപ്പൊ ഏതോ ഒരു പൊട്ടൻ അതിനകത്തുള്ള കമന്റിൽ ഒരുത്തൻ പറയാണ് അതിന്റെ മണ്ടയിൽ ഒരു തൂണുണ്ട്, അതിനകത്ത് വലിഞ്ഞു കയറാൻ. അങ്ങനെ ഇതും കേട്ടിട്ട് ഈ പെൺകുട്ടിയാണെങ്കിൽ ആ തൂണിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറാന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. ഇവിടെ സീൻ കട്ടാവാണ്. അടുത്ത സീനിൽ ഈ പെൺകുട്ടി, അതായത് ഫ്ലാഷ് ബാക്ക് തന്നെയാണ്, ഈ പെൺകുട്ടി അച്ഛനെ കാണാനായിട്ട് അച്ഛന്റെ ഓഫീസിൽ വന്നേക്കാണ്. അപ്പോൾ ഓഫീസിൽ കയറുന്ന സമയത്ത് ബോസ് പറയുന്നുണ്ട് ഇവിടെ ക്യാമറയൊന്നും വെക്കാൻ പാടില്ല, ലൈവ് സ്ട്രീം ചെയ്യാൻ പാടില്ല, കാരണം ഒരുപാട് രഹസ്യങ്ങൾ ഈ കമ്പനിയുടെ ലീക്ക് ആയിപ്പോ, അതുകൊണ്ട് മോൾ ഇതൊന്ന് ഓഫ് ആക്കിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ബോസിന് ഈ മോളെ ഒരുപാട് ഇഷ്ടമാണ്. ആ പെരുമാറ്റത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി പറയുന്നുണ്ട് അച്ഛാ ഇന്നെന്റെ ലൈവ് സ്ട്രീമാണ്, രാത്രി 8 മണിക്കാണ്, അച്ഛൻ അത് കാണണേ, അത് അടിപൊളിയായിരിക്കും, അച്ഛനൊന്ന് കണ്ടാൽ മതി. അതും പറഞ്ഞിട്ട് അവരൊരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ആ സെൽഫിയാണ് ബോസിന്റെ ടേബിളിൽ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. മോൾ എവിടെ പോയെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇതുവരെ, ഇനി വരുമ്പോൾ അറിയായിരിക്കും. ഇതിനുശേഷം രാത്രിയാണ് കേട്ടോ കാണിക്കുന്നത്. രാത്രി ഈ ബോസ് ആണെങ്കിൽ ആ ഗെയിമിന് വേണ്ടി വർക്ക് ചെയ്യാണ്. അന്ന് ഹീറോയിന്റെ അച്ഛനുമായിട്ടൊന്നും പിണക്കത്തിലല്ല. അപ്പം അവർ രണ്ടുപേരും കൂടെ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതേ നേരം അങ്ങോട്ടൊരു സ്റ്റാഫ് വരുന്നുണ്ട് കേട്ടോ. ആ സ്റ്റാഫ് വന്നിട്ട് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട് ടെൻഷൻ ആവല്ലേ, പേടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കുകയാണ്. അത് വേറൊന്നും അല്ല കേട്ടോ, ഈ പെൺകുട്ടിയുടെ ലൈവ് സ്ട്രീം തന്നെയാണ്. ആ ലൈവ് സ്ട്രീമിൽ എന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? ആ പെൺകുട്ടിയാണെങ്കിൽ ആ തൂണിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല പൊക്കത്തിലാണ് ആ തൂണ്. അപ്പൊ ആ കമന്റിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അറ്റത്തോട്ട് പോയി കാണീര്, അറ്റത്ത് പോയി നിൽക്കുക, എന്നാലേ നിനക്ക് ധൈര്യമുള്ളതെന്നൊക്കെ. ഇതും കേട്ടിട്ട് അവളാണെങ്കിൽ അറ്റത്തോട്ട് ഇങ്ങനെ ബാക്കിലോട്ട് നടന്നു പോവാണ്. അങ്ങനെ അറ്റത്ത് നിന്നിട്ട് നേരെ താഴോട്ടൊന്നങ്ങ് വീഴുകയാണ്. അതായത് തലയും കൈയൊക്കെ ഇടിച്ച് തറയിൽ ചെന്ന് വീഴുകയാണ്. ഇത് കണ്ട നേരത്തെ ഈ കമന്റേഴ്സിന് ഒരു കുലുക്കം ഇല്ല കേട്ടോ. എല്ലാ കമന്റിൽ കാണുമല്ലോ ഇങ്ങനെ മോശപ്പെട്ട ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാർ പറയാണ് ഇതെല്ലാം കള്ളത്തരമാണ്, റീച്ചിന് വേണ്ടിയിട്ടാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവളുടെ അച്ഛൻ ആരാന്നറിയാല്ലേ, ഇട്ട് മൂടാനുള്ള പൈസയുണ്ട്, എന്നിട്ടും പറയാണ് പൈസയ്ക്ക് വേണ്ടിയാണ്, റീച്ചിന് വേണ്ടിയാണെന്നൊക്കെ. റീച്ചിന് വേണ്ടിയായിരിക്കാം, പക്ഷെ പൈസയ്ക്ക് വേണ്ടി ആയിരിക്കത്തില്ല. കാരണം അച്ഛൻ നല്ല പൈസ ഉള്ള ആളാണ്, പിന്നെ അവൾക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ, അച്ഛൻ കൊടുത്തോളും, കുഴപ്പമൊന്നുമില്ല. എന്തായാലും റീച്ചിന് വേണ്ടി ആയിരിക്കണം. അപ്പൊ ഈ കമന്റിലുള്ള ആൾക്കാർ ഓരോ വൃത്തിഹീനമായിട്ട് ഓരോ കാര്യങ്ങൾ അവളെ പറ്റി പറയുകയാണ്. അവള് രക്ഷിക്കണേന്ന് പറയുന്നുണ്ട്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ആംബുലൻസിനെയും പോലീസിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല ആൾക്കാർ ചീത്ത ആൾക്കാരും കാണത്തില്ലേ, അതുപോലെ നല്ല ഒരാള് ആംബുലൻസിനെ വിളിച്ച് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ബോസ് ഹീറോന്റെ അടുത്തും കൂട്ടരുടെ അടുത്തും പറയാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്റെ മോൾ ഇങ്ങനെയാണ് മരിച്ചു എന്നൊക്കെ. അതായത് ഈ ബോസിന്റെ മോള് മരിച്ചുപോയി കേട്ടോ. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് ബാക്കിയുള്ള ആൾക്കാർ, കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ഇട്ടിട്ട് ആ കുട്ടീനെ ഒരുപാട് വൃത്തികെട്ട രീതിയിലൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ പ്രതികാരം തീർക്കാനാണ് ഈ ഗെയിം കണ്ടുപിടിച്ചത് ഹീറോയിന്റെ അച്ഛനാണ്. പക്ഷേ ഈ ഗെയിം യൂസ് ചെയ്യുന്നത് അങ്ങനെ വൃത്തികെട്ട കമന്റ് ഒക്കെ ഇട്ടവന്മാരെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്, അവന്മാരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബോസ് പറയുന്നുണ്ട് ആരൊക്കെ ആ കമന്റിലുണ്ടായിരുന്നു എല്ലാവരെയും നശിപ്പിക്കും. അതുകൊണ്ടാണ് ബോസ് ആ VR ചിപ്പ് ഘടിപ്പിച്ചിട്ട് ബാക്കിയുള്ള കുട്ടികളെ ദ്രോഹിക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഹീറോ പറയുന്നുണ്ട് അതിനകത്ത് മോശപ്പെട്ട ആൾക്കാർ കാണാമായിരിക്കാം, എന്നാൽ അതിനകത്ത് കുറെ ആൾക്കാരുണ്ട്. ആ കുട്ടി വീണ സമയത്ത് ആ കുട്ടിയുടെ ക്ലാസ്മേറ്റ് ഈ ലൈവ് കാണുന്നുണ്ടായിരുന്നു. ആ ക്ലാസ്മേറ്റ് ആണ് ഓടി വന്ന് എവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതെങ്കിലും നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ? ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു ബാക്കിയുള്ള ആൾക്കാർ എന്തിനാണ് ശിക്ഷിക്കുന്നത്? പക്ഷെ ബോസ് ഇതൊന്നും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ. ബോസിന് ഒറ്റ മൈൻഡ് സെറ്റേ ഉള്ളൂ, ആരൊക്കെ ദ്രോഹിച്ചോ, ആരൊക്കെ ആ കമന്റിൽ ഉണ്ടായിരുന്നോ എല്ലാവരെയും നശിപ്പിക്കണം, എല്ലാവരെയും തുടച്ചു നീക്കണം. എന്തായാലും ബോസ് ആണെങ്കിൽ സെക്യൂരിറ്റികളെ വിളിക്കുകയാണ്, എന്നിട്ട് ഹീറോയൊക്കെ പിടിച്ച് പുറത്താക്കാൻ പറയുകയാണ്. അപ്പൊ ഇവര് പോയ ഉടനെ തന്നെ ബോസ് ആണെങ്കിൽ ആ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, പെൺകുട്ടിയും അച്ഛനുമായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ആ ഫോട്ടോ നോക്കി പറയുന്നുണ്ട് നീ പേടിക്കണ്ട മോളെ, എല്ലാത്തിനും ഞാൻ കൊന്നിരിക്കുന്നു. എന്തായാലും ഇവരാണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി വരുവാണ് കേട്ടോ. അപ്പൊ ഹീറോ പറയുന്നുണ്ട് ഇത്രയും കുട്ടികളുടെ ജീവന് അത് ആപത്താണ്, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, ഇങ്ങനെ വെറുതെ ഇരുന്ന എങ്ങനെ? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ചിപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ഗെയിമിലോട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ വരണ്ട ഞാൻ പൊക്കോളാം. ഇത് കേട്ട സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ പറയാണ് വേണ്ട നീ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം, എന്തായാലും ഇത്രയും ആൾക്കാരെ രക്ഷിക്കേണ്ടതല്ലേ, നമുക്ക് എല്ലാവർക്കും പോവാം.
അതുകൊണ്ട് ചിപ്പ് ഒന്നും കൂടെ തലയിൽ വെക്കാണ്. അതായത് ഇവരുടെ ചിപ്പാണെങ്കിൽ തലയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ട്, അതുകൊണ്ട് ഇവർക്ക് ഗെയിമിലോട്ട് കടക്കാൻ പറ്റത്തില്ല. അടുത്ത 10 ദിവസം കഴിയുമ്പം എന്തായാലും ഗെയിം റിലീസാവും, കുറെ ആൾക്കാർക്ക് കോമയിൽ പോകും ഈ ഗെയിം കാരണം. അതുകൊണ്ട് തന്നെ ഇവർ ആ ഗെയിമിലോട്ട് പോയിട്ട് ഹീറോയിന്റെ അച്ഛനെ രക്ഷിച്ചുകൊണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്, ഹീറോയിന്റെ അച്ഛനെയും ബാക്കിയുള്ള ആൾക്കാരെ. അപ്പൊ ഹീറോയിന്റെ അച്ഛനുണ്ടെങ്കിൽ ബാക്കി ആ ഗെയിം എങ്ങനെ നശിപ്പിക്കേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പൊ അവരങ്ങനെ ഒരു പ്ലാൻ ഇടുകയാണ് കേട്ടോ. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ മുത്തശ്ശിയെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിക്ക് ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി അത് മോന്റെ കൈശ്വരാണ്. എന്നാലും മുത്തശ്ശിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പൊ ഹീറോയിനെ കണ്ട നേരത്ത് പറയുന്നുണ്ട് അതൊന്ന് വായിച്ചു തരുമെന്ന്. എന്നാൽ ആ കത്ത് ഹീറോയിന് വേണ്ടി എഴുതിയതാണ്, ഹീറോയിന്റെ അച്ഛൻ ഹീറോയിന് വേണ്ടി എഴുതിയതാണ്. എന്തായാലും മുത്തശ്ശിയുടെ അടുത്ത് പറയാണ് അതൊന്നുമില്ല, അത് വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. അവൾക്ക് പറയാൻ ഒരു താല്പര്യമില്ല. അപ്പൊ പോകുന്ന നേരത്ത് മുത്തശ്ശി തിരിച്ചു വിളിച്ചിട്ട് പറയാണ് നിനക്ക് ഞാൻ നിനക്ക് ഫുഡ് തരാന്ന്. അതായത് അങ്കിൾ ഉണ്ടാക്കിയ മോമോസ് അവിടെ ബാക്കിയിരിപ്പുണ്ട്, അതിൽ കുറച്ചെടുത്ത് ഹീറോയിന് കൊടുക്കുകയാണ് കഴിക്കണേന്ന് പറഞ്ഞിട്ട്. അത് ഹീറോയിൻ വാങ്ങുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഹീറോയിൻ ബൈക്ക് എടുത്ത് എങ്ങോട്ടോ പോവാണ്. അത് നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഹീറോയിൻ ആ ലെറ്ററിൽ എഴുതിയത് എന്താന്ന് ഓർക്കുകയാണ്. മോളെ, നീ വിചാരിക്കുന്ന കണക്ക് ഞാനൊരു മോശപ്പെട്ട അച്ഛനൊന്നും അല്ല, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഞാൻ എങ്ങനെയാ പറയാ, നിന്റെ അമ്മയെ ആദ്യമായിട്ട് കണ്ട ദിവസം, നീ ആദ്യമായിട്ട് ജനിച്ച ദിവസം, നീ ആദ്യമായിട്ട് എന്റെ കയ്യിൽ പിടിച്ച ദിവസം, മോളെ ഞാൻ തിരക്കിന്റെ ഇടയിൽ നിന്നെ നോക്കാനൊന്നും എനിക്ക് ഒരുപാട് സമയമൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും എന്നെ കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനും നിന്റെ അമ്മ എങ്ങനെ പ്രണയത്തിലായെന്ന് അറിയാമോ? അത് വേറെ എങ്ങനെയല്ല, ഞാനൊരു ഇന്റർവ്യൂവിൽ പോയ സമയത്ത് നിന്റെ അമ്മയായിരുന്നു അവിടുത്തെ ഇന്റർവ്യൂവർ. അപ്പം എന്റെ പേടി കണ്ടിട്ടാണെങ്കിൽ അവൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. മോളെ, നീ അച്ഛനൊരിക്കലും വെറുക്കല്, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്, നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെയാണ് ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. അതായത് അങ്കിളാണ് എഴുതിയിരിക്കുന്നത്. അങ്കിളിന്റെ ദേഹത്ത് ഹീറോയിന്റെ അച്ഛനല്ലേ അപ്പോൾ എഴുതിയ ലെറ്ററാണ്. അതുമാത്രമല്ല എന്തായാലും സീനിയർ പെൺകുട്ടീനെയും ബാക്കി കോമയിൽ പോയ ആൾക്കാരെയും രക്ഷിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കൂട്ടുകാരി പെൺകുട്ടീനെ, അതായത് ഹീറോയിന്റെ ഒറ്റ കൂട്ടുകാരിയായിരുന്നു കൂട്ടുകാരി പെൺകുട്ടി. അപ്പൊ ആ കുട്ടീനെ രക്ഷിച്ചുകൊണ്ട് വരുമെന്ന് അങ്കിള് പറയുന്നുണ്ട്. അങ്കിളല്ല, അച്ഛൻ പറയുന്നുണ്ട്. ഇപ്പൊ അച്ഛൻ എവിടാന്ന് നിങ്ങൾക്ക് അറിയാലോ, അതായത് ആ സ്പേസിൽ പെട്ട് കിടക്കുകയാണ്, മരിച്ചിട്ടില്ല. കോമയിൽ പോയ ആൾക്കാരൊക്കെ ആ സ്പേസിലായിരിക്കും പെട്ട് കിടക്കുന്നത്. എന്തായാലും ഹീറോയിൻ ആണെങ്കിൽ ബൈക്ക് ഒതുക്കിയിട്ട് ആ മോമോസ് ഒരു സൈഡിൽ ഇരുന്ന് കഴിക്കുകയാണ്. ഓപ്പോസിറ്റ് കടലൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ആ മോമോസിന്റെ അകത്തുനിന്ന് ഒരു കോയിൻ കിട്ടുകയാണ്, അതായത് ഒരു നാണയം. അപ്പൊ അവളൊരു ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. അതായത് പണ്ടൊരു ദിവസം അച്ഛനും അമ്മയും മോമോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് കുട്ടി ഹീറോയിൻ ആണെങ്കിൽ ഒരു നാണയം കൊണ്ട് കൊടുത്തായിരുന്നു അച്ഛന്. എന്നിട്ട് ആ മോമോസിൽ വെക്കാനും പറയുന്നുണ്ട്. ആർക്കാണോ ആ നാണയമുള്ള മോമോസ് കിട്ടുന്നത് അവരായിരിക്കും ഭാഗ്യശാലി. അങ്ങനെ അവർ ആ മോമോസിൽ ആ കോയിൻ വെച്ച് കുക്ക് ചെയ്യുന്നേക്ക് ഓർക്കുന്നുണ്ട് കേട്ടോ. അന്നത്തെ ആ സെയിം കോയിനാണ് അങ്കിള് ഹീറോയിന് ഇപ്പം വെച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് അങ്കിളിന്റെ ദേഹത്ത് അച്ഛനാണുള്ളത്, അത് ഓർക്കണേ, മറന്നുമല്ലേ. ഇതിനുശേഷം രാത്രി ഹീറോയിൻ ബൈക്കിൽ അടിപൊളിയായിട്ട് പോവാണ്. ആ സീനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ പോയിട്ട് നേരെ ചെല്ലുന്നത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛനെ കാണാനാണ് കേട്ടോ. അപ്പൊ സീനിയർ പെൺകുട്ടിയുടെ അച്ഛനെ കണ്ടിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒന്നും കൂടെ അത് ട്രൈ ചെയ്താൽ കൊള്ളാന്ന്. എന്താണെന്നറിയില്ല, അത് ട്രൈ ചെയ്താൽ കൊള്ളാന്ന് പറയുന്നുണ്ട്. അപ്പൊ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ഇത് ആലോചിച്ചിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് എടുത്താൽ പോരെ, നിന്റെ അച്ഛന് കുറച്ചുകൂടെ സമയം കൊടുത്തോടേന്ന്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഹീറോയിൻ ആ ഗെയിമിലോട്ട് പോവാണ് കേട്ടോ. എന്തായാലും സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ ഹീറോയിനെ വിളിച്ചുകൊണ്ട് ഒരു റൂമിൽ വരാണ്. അപ്പൊ ആ റൂം തുറക്കുമ്പോഴാണ് നമ്മൾ ഇച്ചിരി സന്തോഷമാവുന്നത്. അത് വേറൊന്നുമല്ല, എല്ലാവരും ഉണ്ട് കേട്ടോ റൂമിൽ. ഹീറോ, ഇൻഫ്ലുവൻസർ പെൺകുട്ടി, ഷോർട്ട് ഹെയർ, ഫാൻ ബോയ്, അവരെല്ലാവരും ഉണ്ട്. ഒരു ടീമായിട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട് എന്റെ അച്ഛൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, നിങ്ങളൊക്കെ വെറും വിക്ടിംസ് മാത്രമാണ്, നിങ്ങൾ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ പോയി രക്ഷിച്ചുകൊണ്ട് വരാണ്. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ സമ്മതിക്കോ? അവർ സമ്മതിച്ചില്ല. അവർ പറയാണ് നമ്മളൊക്കെ ടീംമേറ്റ്സ് അല്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു ഫോർമാലിറ്റി, എന്ത് പ്രശ്നം വന്നാലും നിന്റെ കൂടെ ഞങ്ങൾ കാണും, നീ പേടിക്കണ്ട. അപ്പൊ അവരുടെ ബോണ്ടില്ലേ, ആ ഫ്രണ്ട് ബോണ്ട്, അതൊന്നും കൂടെ ഉറക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം സീനിയർ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ ആ VR എടുക്കുകയാണ്. അതായത് അവർ ഉപയോഗിച്ചിരുന്ന ആ പഴയ VR തന്നെ പുതിയ VRനകത്തൂടെ അവർക്ക് ഗെയിമിൽ കടക്കാൻ പറ്റത്തില്ല. കാരണം പുതിയ VRൽ ഗെയിം റിലീസ് ചെയ്യുന്നത് 10 ദിവസത്തിന് ശേഷമാണ്. ഇവർക്ക് ഓൾറെഡി ഗെയിം റിലീസ് ചെയ്തുകൊണ്ട് പഴയ VRൽ ആ ചിപ്പ് വീണ്ടും ഘടിപ്പിച്ചിട്ട് ആ ചിപ്പ് വഴി തലയിൽ വെക്കാനാണ് അവരുടെ പ്ലാൻ. അങ്ങനെ അവരത് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ VR ആണെങ്കിൽ തലയിൽ ചെറിയൊരു ദൂരം ഉണ്ടാക്കിയിട്ട് ചിപ്പ് അകത്ത് വയ്ക്കുകയാണ് തലയുടെ ഉള്ളിൽ. പിന്നെ ഈ സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ ആ ഗെയിമിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ ആ ഗെയിമിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ നേരെ കോമയിൽ പോകും. പക്ഷേ ഇവർക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് മരിക്കണതിന് തൊട്ട് മുമ്പ് തലയുടെ ബാക്കിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, അവർ കോമയിൽ പോവാതെ റിയൽ ലൈഫിലോട്ട് തിരിച്ചു വരും, ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടാം. അത് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ആപത്തിൽ പെടുവാണെങ്കിൽ അതിൽ പിടിച്ച് ഞെക്കണം, തലയുടെ ബാക്കിൽ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. എന്തായാലും എല്ലാവരും കൂടെ ഗെയിമിലോട്ട് കടക്കുകയാണ് കേട്ടോ. പക്ഷെ അവർ വേറൊരു ഗെയിമിലോട്ടും അല്ല ചെല്ലുന്നത്. നമ്മൾ ആദ്യം ഒരു ഗെയിം കണ്ടില്ലായിരുന്നു, ആദ്യം അവരെല്ലാവരും ചെന്ന് ആ ബിൽഡിങ്ങിലോട്ടാണ് കടക്കുന്നത്. അപ്പം അവരൊരു പടക്കളത്തിന് റെഡിയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിലൊക്കെ അടിപൊളിയായിരിക്കും. എന്താണെന്നറിയില്ല, ഞാൻ കണ്ടില്ല, കണ്ടിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്കിതിങ്ങനെ ത്രില്ലായിട്ട്, അത് കാണാനായിട്ട് ത്രില്ലായിട്ട് വരുവാണ്. പിന്നെ ഒരെണ്ണം കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് തീരുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ഓക്കെ, ബൈ.